ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ബാഹുൽ രമേശ് തിരക്കഥയെഴുതി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രം മികച്ച അഭിപ്രായമായി തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച പ്രകടനങ്ങളും ഏറ്റവും മികച്ച തിരക്കഥയുമായിട്ട് ഗംഭീര അഭിപ്രായമായിട്ടാണ് കിഷ്കിന്ദ കാണ്ഡം ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് 1,12,00,000 രൂപയാണ്. ആദ്യ ദിവസം കിഷ്കിന്ദ കാണ്ഡം കളക്ട് ചെയ്തിരിക്കുന്നത് 47 ലക്ഷം രൂപയും, രണ്ടാമത്തെ ദിവസം ചിത്രം വൻപൻ ഗ്രോസിലേക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് 65 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 2 ദിവസങ്ങളും വർക്കിംഗ് ഡേ ആണ്. ഇനിയിപ്പോൾ ഇന്ന് ഉത്രാടം തീയതിയും നാളെ തിരുവോണം ദിവസത്തിലും ഗംഭീര കളക്ഷൻ ആയിരിക്കും ചിത്രത്തിന് നേടാൻ പോകുന്നത്. മറ്റന്നാൾ തിങ്കളാഴ്ച നബിദിനവും കൂടിയാണ്. ചിത്രത്തിന് ഗംഭീര അഭിപ്രായമായതുകൊണ്ട് തന്നെ ചിത്രം നല്ല രീതിയിൽ കളക്ഷൻ നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഓണം റിലീസ് ചെയ്ത 2 ചിത്രങ്ങളും, അതായത് കിഷ്കിന്ദ കാണ്ഡമായിക്കോട്ടെ നമ്മുടെ ARM ആയിക്കോട്ടെ, ഗംഭീര അഭിപ്രായമാണ്. ഗംഭീര ചിത്രവും കൂടിയാണ് കിഷ്കിന്ദ കാണ്ഡം. ആസിഫ് അലിയുടെയും അപർണ ബാലമുരളിയുടെയും വിജയരാഘവൻ്റെയും ഒക്കെ ഗംഭീര പ്രകടനവും ദിൻജിത്ത് അയ്യത്താൻ്റെ ഗംഭീര ഡയറക്ഷനും കൂടിയായപ്പോൾ ചിത്രം വളരെ മികച്ചൊരു ചിത്രമായിരിക്കുകയാണ്. അതിനൊത്ത തിരക്കഥയും ബാഹുൽ രമേശ് ഒരുക്കിയിട്ടുണ്ട്.